കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ ഡീമൺ സ്ലെയറിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 191 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ മുതൽ ഡീമൺ സ്ലെയറിന്റെ ലാസ്റ്റ് ഫൈറ്റ് ഒന്ന് കൊഴുക്കാൻ പോവുകയാണ്. സോ ഇനി വരാതിരിക്കുന്ന വീഡിയോസ് ഒക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 8 പേരുടെ പേരുകളാണ്. സോ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ യൂഷിറോ താഞ്ചോയുടെ മേത്ത് ഒരു ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുറാട്ട ചോദിക്കുന്നുണ്ട്, ഇതിന് മാത്രം കുത്തേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? മിണ്ടിപ്പോയില്ല, നീ എങ്ങനെ ഇവിടെ വാതുറന്നാലാണ്? മുസാലിമിനെ അറ്റാക്ക് ചെയ്തിട്ട് കുറെ നേരമായി, ഇവൻ ശരിക്കും ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവൻ നമ്മുടെ മുറാട്ട സോറി പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ എന്താണ്ടൊക്കെ കാണിച്ചിട്ടിരിക്കുകയാണ്. ദേഷ്യം വന്ന യൂഷിറോ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്നതാ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? വേറൊന്നുമല്ല, ഞാൻ ഇവന്റെ വാളൊന്നും ഇവന്റെ കൈ നേരത്ത് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ വിടുന്നില്ല. ഇവന്റെ ബോധം പോയിട്ട് പോലും ഇവന്റെ അത്രയധികം ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ട്. സത്യം പറഞ്ഞാൽ അവന്റെ വില്ല് ഇപ്പോഴും തീർന്നിട്ടില്ല. അതായത് ഇനിയും അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും താഞ്ചോയുടെ ഭാഗത്ത് നിന്ന് ഒരു പൾസ് ശ്രദ്ധയിൽപ്പെടും. അവരെല്ലാവരും കിടന്ന് പറയുന്നുണ്ട്, അവന് പൾസ് തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ വീക്ക് ആണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. മുറോട്ട കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, താഞ്ചിറോ തിരിച്ചു വാ, തിരിച്ചു വാ താഞ്ചിറോ, രാവിലെ ആകാറായി, ഒന്ന് തിരിച്ചു വാ താഞ്ചിറോ. നമുക്ക് മുസാനെ ഡിഫീറ്റ് ചെയ്യണ്ടേ? മുസാൻ ഇപ്പൊ ഒരു കോർണറായിട്ട് നിൽക്കുവാണ്. നമ്മൾ എല്ലാവരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ താഞ്ചിറോയുടെ പൾസ് വളരെയധികം വീക്കായിരുന്നു, അതുകൊണ്ട് ഒരു ഗുണവും പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് നമ്മുടെ മുറോട്ട സങ്കടം കാരണം പുള്ളിക്കാരൻ കിടന്ന് കാറുന്നുണ്ട്. മുസാൻ രക്ഷപ്പെടാൻ പോവുകയാണ്. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ പോകണം. പെട്ടെന്ന് അവരെല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മുറാട്ട നോക്കാൻ നേരത്ത് ആ ബ്ലേഡ് വനങ്ങുന്നുണ്ട്. താഞ്ചിറോ മുറുക്കി ആ ബ്ലേഡ് പിടിച്ചുകൊണ്ട് പുള്ളിക്കാരനെ കണ്ണ് തുറക്കുവാണ്. പിന്നെ നമ്മുടെ ഫൈലിലേക്ക് തിരിച്ചു വരുവാണ്. അവിടെ നമ്മുടെ മുസാനും ബാക്കിയുള്ള ഹാൻഷറസ് ഒക്കെ ഇവിടെ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു സോൾജിയറായിട്ട് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ശരിയാണ്, ചിലപ്പോൾ നമുക്ക് പറ്റും മുസാനെ രാവിലെ വരെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും, നമുക്ക് മുസാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ നമ്മുടെ ഗ്യോമി പുള്ളിക്കാരനെ പറ്റുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് അടുത്ത പാനലിൽ മുസാന്റെ വീണ്ടും ഒരു വലിയൊരു ഭാഗം തന്നെ അടിച്ച് പൊട്ടിച്ച് കളയുവാണ്. സനമി ഓടി വന്ന് യൂഷിറോയുടെ ആ പേപ്പറിൽ അതെടുത്ത് തല വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ യൂനിസ്ക പറയുകയും ചെയ്യും, സെന്നിറ്റ്സു കണവോ, എനിക്ക് എന്റെ ബ്ലേഡ് റെഡ് ആക്കി മാറ്റണം, എനിക്ക് അവരെ പോലെ ചെയ്യണം. അതുകൊണ്ട് കണവ് പറയുന്നുണ്ട്, എടാ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, നിനക്കും അവരുടേതായ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സനമി പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്നിറ്റ്സുവിനെ ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറ്റും. പുള്ളിക്കാരൻ അപ്പൊ പറയുകയും ചെയ്യും, ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ളവരെ കാണാൻ പറ്റൂലേ? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് പറ്റുന്നതെല്ലാം യൂസ് ചെയ്ത് ഞാൻ മൂസാനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് സനമി നമ്മുടെ മൂസാനെ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ കൈയും കാലൊക്കെ വെട്ടി കീർന്നുകൊണ്ട് എക്കോ ശ്രദ്ധിക്കും. നേരത്തെ ചെയ്തപോലെ നീ ആ എക്കോ ശ്രദ്ധിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്യോമി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരന് വീണ്ടും മുസാന്റെ ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോഡി കാണാൻ പറ്റും. മുസാന് കുറെ അധികം തലച്ചോറുകളും അതേപോലെ കുറെ അധികം ഹൃദയങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഓർഗൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവനാകട്ടെ കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവന്റെ തല വെട്ടിക്കളഞ്ഞിട്ടും ഇവൻ മരിക്കാത്തത്. ഇവന്റെ ഹൃദയവും തലച്ചോറും ആകട്ടെ നിർത്താതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവല്ല. എന്നെ പോലെ മറ്റൊരാൾക്കും കൂടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിലോ, എന്നെ പോലെ മറ്റൊരാൾക്കും കൂടെ ഈ 12 പ്ലേസിലും കാണാൻ പറ്റി ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലോ. നമ്മുടെ ഗ്യോമി കിടന്ന് കാണുന്നുണ്ട്, ഒബനെ അവന്റെ ശരീരത്തോട് മാത്രം നീ ഫോക്കസ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? നീ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ ഒബനെ മൂസാനെ സൂക്ഷിച്ച് നോക്കാൻ നേരത്ത് പുള്ളിക്കാരന് ഒരു ചെറിയൊരു സെക്കൻഡ് കൊണ്ട് മൂസാന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോഡി കാണാൻ പറ്റും. എന്നാൽ അടുത്ത പാനലിൽ മൂസാൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യും. പിന്നെ കാണിക്കാൻ നേരത്ത് നമ്മുടെ നേരത്തെ കാണിച്ച സോൾജറിലെ പുള്ളിക്കാരൻ ഈ സൗണ്ട് കേട്ട് ഷേക്കിങ് കേട്ട് തിരിഞ്ഞു നോക്കും. അങ്ങനെ നോക്കാൻ നേരത്ത് നമ്മുടെ മുസാൻ മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഗ്യോമി വന്ന് ഇടിച്ച് പൊള്ളിച്ച് കിടപ്പുണ്ട്. പുള്ളിക്കാരൻ ഒരു കാലുമില്ല. അതേപോലെ സനമിയും ഗിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഒബനെ, സെന്നിറ്റ്സും ഈനോസുക്കെ എല്ലാവരും മുറിഞ്ഞു കിടക്കുവാണ്. കണോ അവിടെ താഴെ കിടപ്പുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, വളരെ സ്പീഡിലായിരുന്നു, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ കണോവ മുസാന്റെ ഫ്രണ്ടിൽ മുട്ടുകുത്തി വീണു പോകുവാണ്. പുള്ളിക്കാരി എത്ര ശ്രമിച്ചിട്ടും പുള്ളിക്കാരുടെ ലെഗ്സ് പുള്ളിക്കാരി പറയുന്ന കേൾക്കുന്നില്ല. അവളുടെ സോഡ് മുറിഞ്ഞു പോയി. പുള്ളിക്കാരി മനസ്സിൽ പറയുന്നുണ്ട്, ഇവനെ കൊന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിലെ ആ പ്രശ്നങ്ങൾ എല്ലാവരും മാറി. ഇവനെ എനിക്ക് കൊല്ലാൻ പറ്റും, ഞാൻ മരിച്ചാൽ ഇവനെ കൊല്ലാൻ പറ്റും, കാരണം അതാണ് എൻ്റെ ചേച്ചിയും ആഗ്രഹിച്ചത്. നമ്മുടെ സോൾജർ ആട്ടെ നിർത്തുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കാറിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ മുസാനായിട്ട് അവളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ പൊക്കുകയും ചെയ്യും. എന്നാൽ മുസാന്റെ ഫ്രണ്ടിൽ നിന്ന് കത്താൻ തുടങ്ങും. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മുസാന്റെ ഫ്രണ്ട് മുഴുവൻ തീയാണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ കാര്യം ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരന്റെ ഇടത്തെ കൈ മുറിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞു നോക്കാൻ നേരത്ത് ദൂരത്ത് എന്തോ ഒന്ന് കാണാം. നമ്മുടെ കണവാകട്ടെ പേടിച്ച് വരച്ച് താഞ്ചിറോ എന്ന് വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരനാകട്ടെ പറയുകയും ചെയ്യും, എന്നോട് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം. അവളെ ഭദ്രമായിട്ട് നേരത്തെ കണ്ട സോൾജറിന്റെ കയ്യിലിട്ട് കൊടുക്കും. എന്നിട്ട് താഞ്ചിറോ എണീക്കും. അപ്പൊ നമ്മുടെ മൂസാൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് നോക്കണേ. എന്നിട്ട് നമ്മുടെ താഞ്ചിറോനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ദേഷ്യവും വെറുപ്പോ എല്ലാം പുള്ളിക്കാരന്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മൂസാൻ പറയുന്നുണ്ട്, നീ ഒന്നുകൂടെ നനച്ചു നോക്കൂ, ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ആരാണ് ഡീമൻ എന്ന്. എന്നിട്ട് മൂസാൻ ഒന്നുകൂടെ നോക്കാൻ നേരത്ത് പുള്ളിക്കാരന് നമ്മുടെ യൊറീച്ചിനെ കാണാൻ പറ്റും. മൂസാൻ അപ്പം പറയുകയും ചെയ്യും, നിന്നെ കാണാൻ നേരത്ത് തന്നെ എനിക്ക് വെറുപ്പാണല്ലോ അവിടെ വന്നത്. കൂളായിട്ട് നമ്മുടെ താഞ്ചിറോ പറയുകയും ചെയ്യും, ഇതിനൊരു അവസാനം വേണ്ടേ മൂസാൻ. അങ്ങനെയാണ് ചാപ്റ്റർ 199 ഇവിടെ അവസാനിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും താഴെ വീണ് കഴിഞ്ഞു. ഇനി മുസാനും താഞ്ചിറോയും മാത്രം.
താൻജിറിയെ മുസാനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉത്തരങ്ങളും ഇനി വരാൻ പോകുന്ന വീഡിയോസിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. സോ നാളത്തേക്കുള്ള ചോദ്യം ഇതാ പിടിച്ചോ. നമുക്കറിയാം ഈനോസൊക്കെയാണ് ബീസ്റ്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് കണ്ടുപിടിച്ചത്. അതേപോലെ മറ്റ് 2 ആൾക്കാർ കൂടെ അവരുടേതായ ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് താഴെ കമന്റ് ചെയ്ത് പറയൂ.